ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നത്തേത്. അതിൽ നമ്മൾ പറയുന്നത്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞിരുന്നു, 2 തരം മെത്തേഡ്. അതിലെ രണ്ടാമത്തെ മെത്തേഡിൽ 2 രീതിയിലാണ് ഈ പറഞ്ഞ അമെൻമെൻറ്റ്സിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി പറയുന്നത്, അതായത് ഇപ്പം എന്തൊക്കെ പ്രൊവിഷൻസാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലൂടെ നടക്കാൻ ചാൻസസ് ഉള്ളതെന്ന്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സെക്കൻഡ് മെത്തേഡ് ഉണ്ടല്ലോ, അമെൻമെൻറ്റ് ബൈ 2/3 മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ്, ആ പറഞ്ഞ കാര്യത്തിലൂടെ എന്തൊക്കെ പ്രൊവിഷൻസാണ് അവർക്ക് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റുക, അതായത് ഏതൊക്കെ മേഖലയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ട്. അതിലൊന്ന് എലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ്, ആ രീതിയിലാണ് ചെയ്യുക. പിന്നെ ഒന്നുള്ളത് സ്കോപ്പ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് പവറിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെ സ്കോപ്പ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റും വേണമെങ്കിൽ അവർക്ക് അമെൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രൊവിഷൻസ് റിഗാർഡിങ് ഹൈക്കോർട്ട്സ് ഇൻ യൂട്ടീസ്, അതായത് യൂണിയൻ ടെറിട്ടറിയിലെ ഹൈക്കോർട്ട്സിൻ്റെ പ്രൊവിഷൻസിനെ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യാം. പിന്നെയുള്ളത് പ്രൊവിഷൻസ് റിഗാർഡിങ് ഹൈക്കോർട്ട്സ് ഇൻ സ്റ്റേറ്റുകളിലെ ഹൈക്കോർട്ടിനെ വെച്ചിട്ട് അവർക്ക് പ്രൊവിഷൻസ് അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. നമ്മളിപ്പം യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമസഭാപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ അതും ഇവർക്ക് ഈ ഒരു മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെയുള്ളത് എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ, അതായത് 7th ഷെഡ്യൂളിലെ ഏതെങ്കിലും ലിസ്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ഈ പറഞ്ഞ മെത്തേഡ് വഴി അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ദ പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിൽ ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള റെപ്രസെൻറ്റേഷൻ്റെ കാര്യങ്ങൾ വേണമെങ്കിലും ഇവർക്ക് അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. പിന്നെ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആർട്ടിക്കിൾ 368, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമെൻമെൻറ്റ് ചെയ്യാനുള്ള ആകെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 368 ആണ്. സോ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് വേണമെങ്കിലും ഇവർക്ക് ഈ മെത്തേഡിലൂടെ അമെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ അഡീഷണലായിട്ട് മൂന്നാമതൊരു മെത്തേഡ് പറയുന്നത്, അതായത് പ്രൊസീജിയേഴ്സിൽ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2 പ്രൊസീജിയേഴ്സ് പറഞ്ഞല്ലോ, ഒന്ന് സ്പെഷ്യൽ മെജോറിറ്റി, രണ്ടാമത്തത് സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് സ്റ്റേറ്റിൻ്റെ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ അഡീഷണൽ അമെൻമെൻറ്റ് മേക്കിംഗ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഇൻ ദ 2 ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. അതായത് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ വേണമെങ്കിൽ, അതായത് രണ്ട് ഹൗസസിലെയും സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 1/3 മെജോറിറ്റി വെച്ച് വേണമെങ്കിൽ ചില കാര്യങ്ങൾ അമെൻഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് സം പ്രൊവിഷൻസ്, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഡ്മിഷൻ, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് ഏതെങ്കിലും പുതിയ സ്റ്റേറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റുമായിട്ട് യോജിപ്പിക്കുന്നതോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് ഇവർക്ക് അമെൻഡ് ചെയ്യാവുന്നതാണെന്നാണ് ഫസ്റ്റത്തെ. രണ്ടാമത് പറയുന്നത് സിറ്റിസൺഷിപ്പ് പ്രൊവിഷൻസ്, നമ്മളുടെ പൗരത്വമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിലും സിമ്പിൾ മെജോറിറ്റി വെച്ചിട്ട് 2 ഹൗസസിന് അമെൻഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് പ്രൊവിഷൻ റിഗാർഡിങ് ഡെലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടല്ലോ നമ്മളുടെ എന്താ പറയുക നിയമസഭാ മണ്ഡലങ്ങളോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് പ്രൊവിഷൻസ് അല്ലെങ്കിൽ അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ സിമ്പിൾ മെജോറിറ്റി എന്നുള്ളതാണ്. നാലാമത്തത് ക്വാറം ഓഫ് ദ 2 ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, അതായത് രാജ്യസഭേൻ്റെയും ലോക്സഭേൻ്റെയും അവരുടെ ഡിസോൾവിങ്, അതായത് അവർ ഏത് രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ്, അവർ ഏത് തരത്തിലാണ് എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് സിമ്പിൾ മെജോറിറ്റിയിലൂടെ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അഞ്ചാമത് പറയുന്നത് സാലറീസ്, പ്രിവിലേജസ് ആൻഡ് അലവൻസസ് ഓഫ് MPs, മിനിസ്റ്റർ ഓഫ് പാർലമെൻറ്റിൻ്റെ അതിലെ ആൾക്കാരുടെ ശമ്പളം, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം, അവർക്ക് എന്തെങ്കിലും അലവൻസുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അമെൻഡ് ചെയ്യാനുള്ള അധികാരം സിമ്പിൾ മെജോറിറ്റിയിലൂടെ 2 ഹൗസസിനും ഉണ്ട്. പിന്നെയുള്ളത് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് ദ പാർലമെൻറ്റിൻ്റെ ഒരു ബേസിക് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കണോ അതോ ഹിന്ദി വേണോ, ഏത് ലാംഗ്വേജ് വേണം എന്നുള്ളതും അമെൻഡ് ചെയ്യാനായിട്ട് സിമ്പിൾ മെജോറിറ്റിയിലൂടെ ഈ പറഞ്ഞ 2 ഹൗസസിന് സാധിക്കും. പിന്നെയുള്ളത് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓഫ് SC, അതായത് ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റും അതുപോലെ സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയുടെ അമെൻഡ് ചെയ്യാനുള്ളതും
ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. എട്ടാമത് പറയുന്നത് ക്രിയേഷൻ ഓർ അബോളിഷൻ ഓഫ് അപ്പർ ഹൗസസ് ഇൻ എനി സ്റ്റേറ്റ്. അതായത് ഏതെങ്കിലും സ്റ്റേറ്റിൽ അപ്പർ ഹൗസസ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പർ ഹൗസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടെ സെമസ്റ്ററിൽ പറഞ്ഞിരുന്നു വിധാൻസഭ എന്നൊക്കെ പറഞ്ഞിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഉള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. സോ നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമെന്ന് വേണമെങ്കിൽ ഇവർ അമെൻഡ് ചെയ്ത് തീരുമാനിക്കുന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ലെജിസ്ലേച്ചർ ഫോർ യൂട്ടീസ്. യൂണിയൻ ടെറിട്ടറിക്ക് നിയമസഭ വേണോ വേണ്ടയോ അല്ലെങ്കിൽ അതിലെന്ത് ഭേദഗതിയാണ് വരുത്തേണ്ടതെന്നുള്ളതും സിമ്പിൾ മെജോറിറ്റിയിലൂടെ ഇവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് എലക്ഷൻസ് ഇൻ ദ കൺട്രി. രാജ്യത്തെ ഈ പറഞ്ഞ എലക്ഷൻ എങ്ങനെ നടക്കണം എന്നുള്ളതും സിമ്പിൾ മെജോറിറ്റിയിലൂടെ ഇവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ എന്തായിരിക്കണം എന്നും ഇവർക്ക് സിമ്പിൾ മെജോറിറ്റിയിലൂടെ അമെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ സെക്കൻഡ്, ഫിഫ്ത്ത്, സിക്സ്ത് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ അതിലെന്തൊക്കെ ഭേദഗതി ചെയ്യാം എന്നുള്ളതും ഇവർ ഈ സിമ്പിൾ മെജോറിറ്റിയിലൂടെ രണ്ട് ഹൗസസും ഡിസൈഡ് ചെയ്യും. ഇത്രയാണ് ഇതിലെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിലെ ഈ ഒരു അമെൻമെൻറ്റ് മെത്തേഡുകളിലെ ഒരു ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്നുള്ളത്, അതായത് അമെൻമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യം, ഇപ്പം ഇത്രയും കാര്യം നമ്മൾ കുറേ ഡിവൈഡ് ചെയ്ത് പറഞ്ഞല്ലോ, അതിനെ കുറച്ച് പോയിൻറ്റ്സ് ആക്കി പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ അതിലാദ്യം പാർട്ട് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളിപ്പം കുറച്ച് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ, അതായത് പാർട്ട് 20 ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 20 ആർട്ടിക്കിൾ 368 എങ്ങനെ ഒരു കാര്യം ഭേദഗതി ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് പറയുകയാണെങ്കിൽ ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയിൻലി വിത്ത് ദ യൂണിയൻ പാർലമെൻറ്റ്. നോ അമെൻമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് പാർലമെൻറ്റ് ആക്ഷൻ ആൻഡ് കൺസെൻറ്റ്. അതായത് ഈ അമെൻഡ് ചെയ്യാനുള്ള ഓൺലി പവർ ഈസ് വിത്ത് യൂണിയൻ പാർലമെൻറ്റാണ്. അതായത് രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും മാത്രമേ ഒരു കാര്യത്തെ അമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. വേറൊരു അതായത് നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനൊന്നും അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിൻറ്റ്. മൂന്നാമത്തുള്ളത് ദർ ആർ 3 ബേസിക് വേയ്സ് ഇൻ വിച്ച് അമെൻമെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ്. 3 വേയിലൂടെ അമെൻമെൻറ്റ്സ് നടത്താം. ഫസ്റ്റത്തെ 2/3 മെജോറിറ്റി ആൻഡ് മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. അതായത് ഇപ്പം രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ അതിലെ 2/3 മെജോറിറ്റി, അതായത് 66%ൻ്റെയും മുകളിൽ അത്രയും മെജോറിറ്റി, അതായത് എത്ര ആൾക്കാരുണ്ടോ അത്രയും അതിലെ 66%ൻ്റെ മുകളിൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഒരു അമെൻമെൻറ്റ് വേണമെങ്കിൽ അവർക്ക് പാസ്സാക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2/3 മെജോറിറ്റി വിത്ത് എന്താ പറയുക നമ്മളുടെ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ സപ്പോർട്ട് കൂടെ, അതായത് 29 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് സ്റ്റേറ്റുകളുടെ സപ്പോർട്ടും അതുപോലെ 2/3 മെജോറിറ്റി നമ്മളുടെ ഹൗസസിൽ അത്രയും ഉണ്ടെങ്കിൽ ഈ 3 മെത്തേഡാണ് അമെൻമെൻറ്റ്സ് പാസ്സാക്കാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ ഓഫ് ദി പ്രസിഡൻറ്റ് ഈസ് റിക്വയർഡ് ആസ് ദ ഫൈനൽ ആക്ട്. അതായത് ഈ പറഞ്ഞ അമെൻമെൻ്റൊക്കെ പാസ്സായിട്ട് വരണമെങ്കിൽ ആരുടെ സിഗ്നേച്ചർ വേണം? പ്രസിഡൻറ്റിൻ്റെ സിഗ്നേച്ചറാണ് ഫൈനലായിട്ട് കണക്കാക്കുന്നത്. അഞ്ചാമത്തെ പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കാണ്ട് ഇനിഷ്യേറ്റ് അമെൻമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു തരത്തിലുള്ള ഭേദഗതിക്കും തുടക്കം കുറിക്കാൻ പോലും സാധിക്കില്ല, അതിനുള്ള അധികാരം അവർക്കില്ല എന്നുള്ളതാണ്. ആറാമത്തെ പറയുന്നത് ഓൾ അമെൻമെൻറ്റ്സ് ആർ ബൗണ്ട് ടു ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ദ കോർട്ട്. അതായത് ഈ പറഞ്ഞ അമെൻമെൻറ്റ്സ് ഒക്കെ വെറുതെ അങ്ങോട്ട് ഇട്ടാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈവൻ നമ്മൾ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സ് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സപ്പോർട്ട്, അതായത് പൊതു അഭിപ്രായം മാനിച്ചുകൊണ്ട് എന്നാണല്ലോ പറയുക. പക്ഷേ സംടൈംസ് അവരുടെ ഭേദഗതി പൊതുജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കോടതി ഇടപെട്ടിട്ട്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് ആ കാര്യമെങ്കിൽ അതിനെ എതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ജുഡീഷ്യൽ പവർ അവർക്ക് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ആറാമത്തെ ഒരു ഈ പറഞ്ഞ അമെൻമെൻറ്റിലുള്ളൊരു ഫീച്ചർ. ഏഴാമത്തെ പറയുന്നത് ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അമെൻഡ് എവറി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പാർട്ടുകളും അമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ളതാണ് ഏഴാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നാളത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്
സിമ്പിൾ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിലുള്ള പ്രൊസീജിയർ എന്താണെന്നൊരു അമെൻമെൻറ്റ് ചെയ്യാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളതാണ് നാളത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിലും ഇതൊക്കെ തന്നെയാണ്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം.